ബെൽജിയത്തെ 1-2 ഗോളിന് തോൽപ്പിച്ച് സ്പെയിൻ സെമി ഫൈനലിൽ പ്രവേശിച്ചു. മത്സരത്തെക്കുറിച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സുബിൻ പാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വേൾഡ് കപ്പിലെ രണ്ടാം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ യൂറോപ്യൻ വമ്പന്മാരായ ബെൽജിയവും സ്പെയിനും ഏറ്റുമുട്ടിയപ്പോൾ 2-1 ആവേശകരമായ ഒരു വിജയം കരസ്ഥമാക്കി സ്പെയിൻ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. സ്പെയിനിന്റെ ഒരു കാര്യം എടുത്തു നോക്കിയാൽ 2010 ചാമ്പ്യന്മാരായ സ്പെയിൻ അതിനുശേഷം വലിയൊരു മുന്നേറ്റമൊന്നും വേൾഡ് കപ്പിൽ നടത്താതെ പോയൊരു ടീമായിരുന്നു. അവരിപ്പോൾ ലാദിയ ഫുവേന്തെ എന്ന് പറയുന്ന അവരുടെ പരിശീലകന് കീഴിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് 2026 വേൾഡ് കപ്പിലെ സെമിയിലേക്ക് കടക്കുകയും ചെയ്തു. മത്സരം എടുത്തു നോക്കിയാൽ മത്സരത്തിന്റെ ഭൂരിഭാഗവും മത്സരം നിയന്ത്രിച്ച് കളിച്ചത് സ്പെയിൻ തന്നെയായിരുന്നു. സ്പെയിൻ അർഹിച്ചൊരു വിജയം തന്നെയെന്ന് പറയാം. മറുവശത്ത് ബെൽജിയം നല്ലൊരു സ്ക്വാഡുമായി ഇറങ്ങിയ ബെൽജിയത്തിന് നമ്മൾ വിചാരിച്ചൊരു പ്രകടനം ഈ മത്സരത്തിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. പലപ്പോഴും സ്പെയിനിന്റെ മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ ഒരു ഡിഫെൻസീവിൽ ഒതുങ്ങിയ ബെൽജിയത്തെ മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നിരുന്നാലും മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. മത്സരത്തിന്റെ 30-ാം മിനിറ്റിലായിരുന്നു ആദ്യ ഗോൾ പിറന്നത്. ഫാബിയാൻ റൂയിസിന്റെ ഒരു ഗോളായിരുന്നു. ഫാബിയാൻ റൂയിസിന്റെ ഗോളിലേക്ക് വഴിയൊരുക്കിയത് ഒരു വലതു വിങ്ങിലൂടെ ലാമിനി യമാലും അതുപോലെ തന്നെ പെദ്രോ പോറയും നടത്തിയ ഒരു 1-1 ഒരു മുന്നേറ്റം. പെദ്രോ പോർ ഒരു പാസ് ബോക്സിനകത്തേക്ക് ഓൾമോയ്ക്ക് കൈമാറുന്നു. ഓൾമ ഒരു ഷോട്ട് എടുത്ത് ഗോളാക്കാൻ ശ്രമിച്ചെങ്കിലും കോർത്തിയോസിന്റെ ഒരു നല്ലൊരു സേവ് ഉണ്ടായിരുന്നു. പക്ഷെ അത് റീബൗണ്ട് വന്ന ഫാബിയാൻ റൂയിസ് അത് ഗോളാക്കി മാറ്റുകയും റീബൗണ്ട് ബോൾ ഫാബിയാൻ റൂയിസ് ഗോളാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ 30-ാം മിനിറ്റിൽ 1-0 സ്പെയിൻ മുന്നേറ്റം ചെയ്തു. അതിനുശേഷം ലാമിനി യമാലിന്റെ ഒരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു. നല്ലൊരു ഫ്രീ കിക്ക് കോർത്തിയോസ് സേവ് ചെയ്യുന്ന കാഴ്ച കൊണ്ട് പല മുന്നേറ്റങ്ങളും കുർത്തിയേസ് സേവ് ചെയ്തു. അതുപോലെ ബിയേനയുടെ മറുവശത്ത് സ്പെയിനിന്റെ ബിയേന, കുക്കറേല എന്നിവരൊക്കെ ഇടത് വിങ്ങിലെ കൂടിയും ഓൽമോ അതേപോലെ ഒയാർസാബലൊക്കെ സ്ട്രൈക്കർ ലെവലും ഒക്കെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആദ്യ പകുതിയിൽ ഒരു ഗോൾ മാത്രമാണ് സ്പെയിന് കണ്ടെത്തുന്നത്. എന്നാൽ 41-ാം മിനിറ്റിൽ കളിയിലെ ആദ്യ പകുതിയിൽ ആദ്യമായി ബെൽജിയം നടത്തിയ ഒരു നല്ല മുന്നേറ്റം ബോക്സിനകത്ത് അത് ചാൾസ് ദി കെറ്റലെയർ എന്ന് പറയുന്ന അവരുടെ താരം 17-ാം നമ്പർ താരം ഹെഡറിലൂടെ ഗോളാക്കി മാറ്റുകയും തിമോത്തി കാസ്റ്റഗെയിന്റെ ഒരു വലതു വിങ്ങിൽ നിന്നുള്ള ഒരു ക്രോസ് അതിമനോഹരമായ ഒരു ഹെഡറിലൂടെ കെറ്റലെയർ ഗോളാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ 1-1 എന്ന നിലയിൽ ആദ്യ പകുതി അവസാനിക്കുകയും ചെയ്തു. രണ്ടാം പകുതിയിലേക്ക് കടന്നാൽ രണ്ടാം പകുതിയിലും സ്പെയിനിന്റെ നേതൃത്വത്തിലായിരുന്നു. സ്പെയിൻ ഈ മത്സരത്തിൽ 18ഓളം ഷോട്ടുകളാണ് കളിച്ചത്. 18ഓളം ഷോട്ടിൽ 8 ഓൺ ടാർഗറ്റിൽ ഉണ്ടായിരുന്നു. അതിൽ കുർത്തിയോസിന്റെ പ്രകടനമാണ് റയൽ മാഡ്രിഡിന്റെ ഗോൾ കീപ്പർ കുർത്തിയോസിന്റെ അതിമനോഹരമായ സേവുകൾ കണ്ട മത്സരം കൂടിയായിരുന്നു. മറുവശത്താവട്ടെ ബെൽജിയം 5 ഷോട്ടുകൾ മാത്രമാണ് ഈ മത്സരത്തിൽ കളിച്ചത്. അതിൽ 2 ഷോട്ടുകൾ മാത്രമാണ് ഓൺ ടാർഗറ്റിൽ. പൊസിഷൻ നോക്കിയാൽ 68 ഒരു നിലയിൽ വലിയൊരു വ്യത്യാസം തന്നെ പൊസിഷൻ ഗെയിമിൽ നമുക്ക് കാണാൻ സാധിച്ചു. സ്പെയിനിന്റെ നല്ല മുന്നേറ്റങ്ങൾ, ബിൽഡപ്പ് പ്ലേ, അതുപോലെ തന്നെ ഒത്തിണക്കത്തിലുള്ള ഇരു വിങ്ങുകളിൽ കൂടിയുള്ള അറ്റാക്കുകൾ, അതുപോലെ തന്നെ ബോക്സിനകത്ത് ലാമിനി യമാലിന്റെ പ്രകടനം, ഓൽമോ, കുക്കറേലെ, അതുപോലെ തന്നെ പെദ്രി ഒക്കെ രണ്ടാം പകുതിയിൽ ഇറങ്ങിയ പെദ്രി ഒക്കെ നന്നായി കളിച്ചു. റോഡ്രിഗോ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ക്യാപ്റ്റൻ റോഡ്രിഗോ കളി നിയന്ത്രിച്ചു, നല്ല രീതിയിൽ കളിച്ചു. അങ്ങനെ നല്ലൊരു പ്രകടനം തന്നെ സ്പെയിനിന്റെ ഭാഗത്തു നിന്നുണ്ടായി. 54-ാം മിനിറ്റിൽ 2 മാറ്റങ്ങൾ കോച്ച് വരുത്തി. പെദ്രിയെയും അതുപോലെ തന്നെ ഫെറാൻ ടോറസിനെയും കളത്തിലിറക്കി. ഫാബിയാൻ റൂയിസിനെയും ബിയേനെയും പിൻവലിച്ചു. അതുപോലെ തന്നെ 85-ാം മിനിറ്റിൽ സ്പെയിനിന്റെ കോച്ച് നടത്തിയൊരു മാറ്റമായിരുന്നു കളിയുടെ ഗതി തന്നെ മാറ്റിയത്. 85-ാം മിനിറ്റിൽ മൈക്കൽ മെറീനോ വന്നു. അതുപോലെ തന്നെ മറുവശത്ത് 70-ാം മിനിറ്റിൽ തന്നെ കോർത്തിയോസിന് സൂപ്പർ ഗോൾ കീപ്പർ കോർത്തിയോസിന് പകരക്കാരനായി പരിക്ക് പറ്റിയ കോർത്തിയോസിന് പകരക്കാരനായി സെന്നെ ലെമൻസ് എന്ന് പറയുന്ന ഗോൾ കീപ്പർ രണ്ടാം ഗോൾ കീപ്പർ വരികയും ചെയ്തു. റൊമലി ലുക്കാക്കു വന്നിരുന്നു രണ്ടാം പകുതിയിൽ. വിസേൽ അതുപോലെ തന്നെ സെയേസ് അടങ്ങിയ നല്ലൊരു നിര രണ്ടാം പകുതിയിലേക്കും കോച്ച് ബെൽജിയത്തിനായി ഇറക്കിയിരുന്നു. എന്നിരുന്നാലും വലിയ മുന്നേറ്റങ്ങൾ ബെൽജിയത്തിന് നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ബെൽജിയത്തിന്റെ ഒറ്റപ്പെട്ട മുന്നേറ്റങ്ങൾ മാത്രമായിരുന്നു. മറുവശത്ത് 88-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ സൂപ്പർ ഹീറോ മൈക്കൽ മെറീനയിലൂടെ ഗോൾ കണ്ടെത്തുകയും ചെയ്തു. സ്പെയിൻ ബാഴ്സലോണ താരം കുബാർസി നടത്തിയ ഒരു ലോങ് റേഞ്ച് ഷോട്ട് പകരക്കാരനിറങ്ങിയ ഗോൾ കീപ്പർക്ക് തടുക്കാൻ മാത്രമാണ് കഴിഞ്ഞത്. കൈപ്പിടികൾ ഒതുക്കാതെ പോയ ആ ഗോൾ റീബൗണ്ട് വരികയും അത് മെറീനോ ഒരു ഫസ്റ്റ് ടൈം ഷോട്ടിലൂടെ ഗോളിലേക്ക് എത്തിക്കുകയും ചെയ്തു. സ്പെയിനിന് നല്ലൊരു വിജയം സമ്മാനിച്ചു. 2-1 അദ്ദേഹം ഒരു സൂപ്പർ ഹീറോ ആയി മാറി. കഴിഞ്ഞ കളിയിലും പകരക്കാരനായി ഇറങ്ങി ഗോൾ നേടിയിരുന്നു മെറീനോ. ഈ കളിയിലും അത് തന്നെ ആവർത്തിച്ചു. അങ്ങനെ സ്പെയിൻ സെമിയിലേക്ക് കടക്കുകയും ചെയ്തു. സ്പെയിനായി നിക്കോ വില്യം വന്നിരുന്നു. 80 മിനിറ്റുകൾക്ക് ശേഷം നിക്കോ വില്യം വന്നിരുന്നു. എല്ലാവരും നല്ല പ്രകടനം കാഴ്ചവെച്ചു. സ്പെയിൻ അർഹിച്ച വിജയം നേടി എന്ന് പറയാം. ബെൽജിയം വിചാരിച്ചത്ര ഫോമിലെത്താത്തൊരു ബെൽജിയം താരങ്ങളെയാണ് നമുക്ക് മറുവശത്ത് കാണാൻ സാധിച്ചത്. സ്പെയിൻ അടുത്ത മത്സരത്തിൽ ഫ്രാൻസ് സെമി പോരാട്ടത്തിനായി കാത്തിരിക്കാം.